നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വിൻറ്ററിൻ്റെ സ്ട്രാറ്റജി ബേസ് സ്റ്റോക്ക് ട്രേഡിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ACCയുടെ ഇൻട്രാഡേ ടൈം ഫ്രെയിം വന്ന ട്രേഡാണ്. ഇൻട്രാഡേ നമ്മൾ കൂടുതലും 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് സ്കാൽപ്പിംഗ് ആൻഡ് സ്വിംഗ് ട്രേഡിങ്ങിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ലൈവ് മാർക്കറ്റിലാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയം കണ്ട് വിലയിരുത്താവുന്നതാണ് സോഫ്റ്റ്വെയർ പെർഫോമൻസ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ആഫ്റ്റർ ദ പേയ്മെൻറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് ഇൻസ്റ്റാൾ ആക്കി തരും. യൂസ് ചെയ്യുന്ന ഫുൾ ട്രെയിനിങ് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കാണ് സിഗ്നൽസ് തരുന്നത്. ആ വരുന്ന സിഗ്നൽ കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. അപ്പം നമ്മൾ ഇത് ACCയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 2457 നിൽക്കുവാണ്. നമുക്ക് ഈ ഗ്രീൻ കളറിൽ വരുന്ന ബൈ ചെയ്യാനുള്ള റെഡ് വരുന്ന സെൽ സിഗ്നലുമാണ്. അപ്പോൾ സിഗ്നൽസൊക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് കാണിച്ചു തരുന്നത്. സിഗ്നൽ വരുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് വരുവേ, അലേർട്ട് വിത്ത് സൗണ്ട്. ആ അലേർട്ട് മെസ്സേജിലും ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിലും സോഫ്റ്റ് ഡീറ്റെയിൽസ് ചെയ്ത് കാണിച്ചു. ഏത് റേറ്റിൽ നമ്മൾ എൻട്രി ചെയ്യണം, അതായത് ബൈ ആണെങ്കിൽ ബൈ എൻട്രി, സെൽ ആണെങ്കിൽ സെൽ എൻട്രിയുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഇപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ വന്നിരിക്കുന്നത് 2442 11:00 വന്ന ബൈ ആണ്. നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ അലേർട്ട് മെസ്സേജ് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യണം, ഈ വരുന്ന സിഗ്നൽ എല്ലാത്തിലും കയറി നമ്മൾ ട്രേഡ് എടുക്കല്, കാരണം എല്ലാം കൺഫേം ആവില്ല. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. സിമ്പിളാണ്. ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ നമുക്ക് ഇപ്പം ഈ സിഗ്നൽ വന്നിരിക്കുന്നത് ഈ ക്യാൻഡിലല്ലേ, അപ്പം നമ്മൾ എൻട്രി ചെയ്യേണ്ട നെക്സ്റ്റ് ക്യാൻഡിലാണ്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് 2442 സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അത് കൺഫർമേഷൻ ഈ ആരോടെ താഴത്തെ ബാറിലെ ആ ബാർ ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം. നമുക്ക് ഓരോ ക്യാൻഡിലുമാണ് ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ ഇതുപോലെ ഗ്രീൻ ആയോ പ്രൈസ് ബൈ സോൺ ആയോ നോക്കിയ ശേഷം നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാവുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ താഴത്ത് നോക്കി 42, 47, 51, 56 3 ടാർഗറ്റ് സോഫ്റ്റ്വെയർ കാണിച്ചു. സ്റ്റോപ്പ് ലോസ് എഴുതി കാണിച്ചു. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റോക്ക് എടുത്താലും അതനുസരിച്ചുള്ള എൻട്രി എക്സിറ്റ് എല്ലാം സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് കൺഫർമേഷൻ പാർട്ട് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ട്രേഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. നമ്മൾ തരുന്നത് വെച്ചിട്ട് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ഇതിൽ കൂടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ലൈവിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ എടുത്തേച്ചാൽ മതി. ഇത് സോഫ്റ്റ്വെയർ കാര്യം നമ്മൾ ഫുൾ A to Z നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരും. ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് കാണണോ പഠിക്കാനോ ഡയറക്റ്റ് വരണമെങ്കിൽ വരാം കേട്ടോ. നമ്മുടെ ഓഫീസിൽ വന്ന് ചേർത്തില്ല. KSRTC സ്റ്റാൻഡ് എടുത്താൽ 2009 തൊട്ട് 15 years ആണ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണണമെന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.